ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ മക്കളുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ്റെ വീഡിയോ കണ്ടാലോ? റാം ദ വാക്ക് എന്ന കേട്ടോ പ്രോഗ്രാമിൻ്റെ പേര്. അവർ സ്കൂളിൽ നടത്തുന്ന ഒരു കോമ്പറ്റീഷനാണ്. അതെല്ലാ കുട്ടികളും കമ്പൾസറി ആയിട്ട് പങ്കെടുക്കണമെന്നാണ് സ്കൂളിലുള്ള നിയമം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം തിരഞ്ഞെടുക്കാം, അതിനെ പറ്റിയൊരു ഡയലോഗും പറയാം. ഏതാണ്ട് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ ഇരിക്കും ഈ കോമ്പറ്റീഷൻ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോള് ഒരു മോസ്കിറ്റോ കൺട്രോൾ വർക്കറായിട്ടാണ് കോസ്റ്റ്യൂം ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂത്ത മോളാണ് അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോസ്കിറ്റോ കൺട്രോൾ വർക്കറിനായിട്ട് അവൾ ഇടുന്ന ഒരു കോസ്റ്റ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൻ കോട്ടും ഗ്ലൗസ് ക്യാപ്പ് പിന്നെ പിന്നീട് തൂക്കിയിടാനൊരു ബോക്സ്. നമുക്ക് ഈ മരുന്ന് കൊണ്ടുപോകണമല്ലോ മോസ്കിറ്റോ കൺട്രോൾ വർക്കർ, മരുന്ന് ചെടികളിൽ അടിച്ചു കൊടുക്കണ്ടേ, അപ്പോൾ അതിന് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സ് പോലത്തെ ഒരു സംഭവം പിന്നീട് കൈക്കോടെ തൂക്കിയിടാനായിട്ട് അതും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കും. ഞാൻ പൈപ്പായിട്ട് എടുത്തത് വാഷിംഗ് മെഷീൻ്റെ ഒരു പൈപ്പാട്ടോ. അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങളും അപ്പൻ്റെ റെയിൻകോട്ടൊക്കെ എടുത്ത് സെറ്റാക്കി മോളെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ലൈനിൽ നിൽക്കുന്നതാണ് ഈ ഗ്രീൻ റെയിൻകോട്ട് ഇട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ രണ്ടാമത്തെ ആൾ. ക്രിസൽ എന്നാണ് പേര്. അപ്പോൾ അവളുടെ പെർഫോമൻസ് നമുക്കൊന്ന് വേഗം കണ്ടിട്ട് വരാം. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇതിൽ 3rd പ്രൈസ് കിട്ടി. ഇത്രയധികം കുട്ടികളിൽ നിന്ന് 3rd പ്രൈസ് കിട്ടിയപ്പോൾ വളരെ അഭിമാനമായിട്ട് തോന്നി കേട്ടോ. അടുത്തത് മൂത്ത മോളുടെയാണ്. അവളുടെ ഡാസൽ എന്നാണ് അവളുടെ പേര്. അവൾ ചെയ്യുന്നത് ഒരു കേക്ക് ബേക്കറിൻ്റെ കോസ്റ്റ്യൂമും അതിനെ പറ്റിയ ഡയലോഗുമായിരുന്നേ. അപ്പോൾ അതിനുവേണ്ടി അവളൊരു കേക്ക് ഉണ്ടാക്കിയെടുത്തു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. അവൾ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്. പണ്ടെപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏപ്രൺ, അതുമ്മേ ബേക്കർ ഡാസൽ എന്ന പേര് എഴുതി അറ്റാച്ച് ചെയ്തു. പിന്നെ ഒരു വൈറ്റ് ടോപ്പും ബ്ലാക്ക് ജീൻസും ചെറിയ തുണി കഷ്ണം എടുത്തിട്ട് ഒരു ക്യാപ്പ് പോലും തയ്ച്ച് അവൾ തന്നെ റെഡിയാക്കി എടുത്ത കോസ്റ്റ്യൂമാട്ടോ ഇത്. മക്കളുടെ ഏത് പരിപാടിയും കാണാൻ പോകുന്നത് ഞാനും എൻ്റെ കുഞ്ഞുവാവിയും കൂടിയിട്ടാണ്. അപ്പൻ എപ്പോഴും ബിസി ആയിരിക്കും, ആൾക്ക് ജോലിക്ക് പോകണതിനോട് ആൾ തിരക്കിലാവും. അതുകൊണ്ട് ആളങ്ങനെ എപ്പോഴും എത്താറില്ല. എന്നാലും മക്കൾക്ക് വിഷമമൊന്നുമില്ല, കാരണം അവർക്കറിയാം അപ്പൻ്റെ തിരക്ക് കാരണം കൊണ്ടാണ്. പിന്നെ കുഞ്ഞാവി ഞാനും കൂടി പോയി എപ്പോഴും എല്ലാ പരിപാടികൾക്കും അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കുഞ്ഞിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. ആൾ ഭയങ്കര സൈലൻ്റായി ചിരിച്ചും കളിച്ചിരുന്നോളും. പിന്നെ അവളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവിടെ വരാറുണ്ട് പേരൻസിൻ്റെ കൂടെ പരിപാടികൾ കാണാനായിട്ട്. അപ്പോൾ അവൾക്ക് ഫ്രണ്ട്സും ഉണ്ടാവും ഒരുപാട് പേര്. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ചേച്ചിമാരെ സപ്പോർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോരും കേട്ടോ. ഈ വട്ടം ഡാസലിൻ്റെ പെർഫോമൻസിന് ഫസ്റ്റ് പ്രൈസും കിട്ടി. ഇങ്ങനെ ചെറിയ ചെറിയ പ്രൈസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. കുഞ്ഞുമക്കളുടെ കുഞ്ഞു ആഗ്രഹങ്ങളും നടക്കും. അവർക്കൊരു സമ്മാനം കിട്ടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ഇതൊക്കെ അവർക്ക് ഭാവിയിൽ ഉപകാരപ്പെടും എന്നുള്ളതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. Hi, I'm a cake baker who sweetens your celebrations. I am baking. It's not just a skill, it's love, carefully folded into batter, layered with patience and frosted with care. Nothing would make me happy rather than whipping up my imaginary ingredients into my bowl. It's a poetry with ingredients. Oh, I have to deliver this cake for my customer. By the way, if you want to make any order, don't hesitate to call me. Thank you. Dishani Astri. ഇനി മൂന്നാമത്തെ ആളുടെ പെർഫോമൻസ്. അവൾ പ്രീ കെ ജിയിലാണ് പഠിക്കുന്നത്. ടീച്ചറായിട്ടാട്ടോ അവളെ കോസ്റ്റ്യൂം ചെയ്തിരുന്നേ. ഞാൻ നോക്കിയപ്പോൾ സാരി ഉടുപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമായിരുന്നു. ആക്കാനും കൊണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ചുരിദാറാണല്ലോ ഇടുന്നേ എന്ന് വിചാരിച്ച് ഞാനും ഒരു കുട്ടി ചുരിദാർ സെറ്റ് ചെയ്ത് കൊടുത്തു. സ്റ്റേജിൽ കയറിയപ്പോൾ ആൾക്ക് ടെൻഷനായെന്ന് തോന്നുന്നു. ചെറുതായിട്ടൊന്ന് കരയാനൊക്കെ തുടങ്ങി. ഡയലോഗ് പറഞ്ഞത്ര ക്ലിയർ ഒന്നും ആയില്ല. എങ്കിലും അവളുടെ ആദ്യത്തെ സ്റ്റേജ് അപ്പിയറൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമമൊന്നുമില്ല. അവൾ കയറാൻ വാശി പിടിക്കുകയോ കയറാണ്ടിരിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ആശ്വസിച്ചത്. ഇനിയുണ്ടല്ലോ വേദികളും സ്റ്റേജൊക്കെ, അപ്പം നോക്കാം.
എന്നാൽ ശരി, ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതൊക്കെ പിന്നീട് ഇനി ഇവർ കാണുമ്പോൾ തന്നെ ഇവർക്ക് സന്തോഷം, നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയയും കിട്ടുമല്ലോ കുട്ടികളുടെ പരിപാടികൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. അതുവരെ ബൈ, ഹാപ്പി ഓണം.